എടി, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. സാധാരണ പോകാറുള്ള ഒരിടത്തും വിനയേട്ടൻ എത്തിയിട്ടില്ല. ദൈവമേ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആ, പോലീസ് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ആ ഒരു പ്രതീക്ഷ ബാക്കിയുള്ളൂ. വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാ, എന്താ? എനിക്കത് പറയാനൊരു... എന്താടാ? എടി, അത് പിന്നെ നിന്നെ ടെൻഷൻ അടിപ്പിക്കാൻ പറയുന്നതല്ല ഞാൻ. എന്തായാലും നീ പറ. ഒരു ഓട്ടോക്കാരൻ ഫ്രണ്ട് പറഞ്ഞതാ. എന്ത്? എന്താന്ന് വെച്ച പറ നീ. നമ്മുടെ മേപ്പാടത്തെ മഞ്ഞപ്പാലത്തിൽ നിന്ന് ഒരു തകർന്ന ബൈക്കും പാലത്തിന്റെ അടിയിൽ നിന്ന് ഗുരുതരാവസ്ഥയിൽ ഒരാളെയും കിട്ടിയിട്ടുണ്ടെന്ന് ഒരു വാർത്തയുണ്ട്. എടി, ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മുടെ വിനയേട്ടനായിക്കൊള്ളണമെന്നില്ല. ആരോ വെള്ളടിച്ച ആക്സിഡന്റ് ആയതെന്നൊരു പറച്ചിലുണ്ട് പൊതുവില്. നമ്മുടെ വിനയേട്ടൻ മദ്യപിക്കില്ലല്ലോ, പിന്നെ എന്തിനാ സംശയിക്കുന്നേ? ഇപ്പൊ ഈ നിമിഷം എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യണം. ഇലഞ്ഞിക്കൽ കുടുംബമുറ്റത്ത് വെച്ച് വിനയചന്ദ്രൻ എന്ന ഞാൻ സത്യം ചെയ്യുന്നു, ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു ലഹരിയും ഇനി മേലിൽ ഞാൻ ഉപയോഗിക്കില്ല. ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു ലഹരിയും ഞാൻ ഉപയോഗിക്കില്ല. ഇത് സത്യം. ഇത് സത്യം. ദീപ്, നോക്ക്, നീ അത് തലയ്ക്ക് കൊടുക്കല്ലേ. അത് കേട്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. വിനയേട്ടൻ മുഹൂർത്തത്തിന് മുമ്പ് ഇവിടെ എത്തും തീർച്ചയായും. വിമലേച്ചിയുടെ കല്യാണത്തിന് വിനയേട്ടന് പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ മനസ്സ് പറയുന്നത് പോലീസെങ്കിലും വിനയേട്ടൻ ഇവിടെ എത്തിക്കുമെന്നാ. അതേന്ന് നീ വിശ്വസിക്ക്. ദൈവം എന്ന് പറയുന്നത് അത്ര ചെറിയ പുള്ളിയൊന്നും അല്ല. ആളെ ഇവിടെ എത്തിക്കും, എനിക്ക് 100% ഉറപ്പാ. കുഞ്ഞേച്ചി അവിടെ വിളിക്കുന്നു. വധു അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങ് തുടങ്ങാനാ. വാ പെട്ടെന്ന്. നീ ധൈര്യമായിട്ട് ചെല്ലുന്നേ, ഞാൻ പുറത്തുണ്ടാവും. വിനയേട്ടനെത്തിയ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരും. വാ ചേച്ചി. ചേച്ചിയെ കാത്തു നിൽക്കുക എല്ലാരും. ദൈവമേ, ആ ബൈക്ക് ആക്സിഡന്റ് പറ്റിയത് വിനയേട്ടനെ ആയിരിക്കില്ലേ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.